ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ പ്ലാസ്റ്റിക് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു എറിഞ്ഞ് കിടക്കുന്ന ഒരു പ്ലാസ്റ്റിക് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, അത് നിക്ഷേപിക്കുന്ന സ്ഥലത്തിടും. ഞാൻ പറയുന്നത് അതിലേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അതിനുമേ സ്വഭാവം നമ്മൾ സസ്യത്തെ കണ്ടത് നമ്മൾ പെഴുതു മാറ്റാൻ ശ്രമിക്കണം. കാരണം പ്ലാസ്റ്റിക് പിന്നെ അവിടെ ഉണ്ടാവും, ഒരു 2 വർഷം കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അവിടെ തന്നെ ഉണ്ടാവും. ഇതങ്ങനെയല്ല. ഈ പിന്നെ ഓരോ പ്രകൃതിയിൽ ഓരോ പ്രദേശത്തിനനുസരിച്ച് ആ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവിടെയാണ് അധിനിവേശ സസ്യം നമുക്ക് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുന്നു പറഞ്ഞല്ലോ. സാർ ആദ്യമായി കണ്ട അധിനിവേശ സസ്യം ഏതാണ്? വനം എന്ന് പറഞ്ഞാൽ അവിടെ പല വൈവിധ്യത്തിലുള്ള പല ചെടികളുണ്ടാവും, പല സസ്യങ്ങളും പല വലുപ്പത്തിലുള്ള സസ്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ വയനാട് വന്യജീവി സങ്കേതം ആലോചിച്ച് നോക്കണം, സാധാരണ ഫോറസ്റ്റ് അല്ല, വന്യജീവി സങ്കേതത്തിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ സെന്ന സ്പെറ്റാബിൾസ് അഥവാ മഞ്ഞക്കൊന്ന എന്ന് പറയുന്ന ഒരൊറ്റ ചെടിയാണ് ആ ഒരു സങ്കേതത്തിൻ്റെ 40% കൈയടക്കി വെച്ചിട്ടുള്ളത്. അത് ശരി. ഇത് പഠിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ ഇതിലെന്തൊക്കെ റിസർച്ച് നടത്തണമെന്ന് തോന്നുകയും ഈ ഒരു ആപ്പിലേക്ക് എത്താനുണ്ടായ പശ്ചാത്തലം എന്തായിരിക്കും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സവിശേഷത്തിൽ നമ്മുടെ കൂടെ വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു ഗസ്റ്റ് നമുക്കുണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ പലപ്പോഴും പത്രവാർത്തകളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അധിനിവേശ സസ്യങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ, കർഷകരൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ അവർ പറയുന്നത്, അതുപോലെ മക്കളൊക്കെ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ആ ഒരു വിഷയത്തിൽ ഏറ്റവും അനുയോജ്യനായ ഒരു ഗസ്റ്റിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അലീം യൂസുഫ് എൻ. അദ്ദേഹം സീനിയർ റിസർച്ച് ഫെല്ലോ, റിസർച്ച് സ്കോളറാണ്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് സയൻസ് കോഴിക്കോടിലെ റിസർച്ച് സ്കോളറായിട്ടുള്ള അദ്ദേഹത്തെ ആദ്യമായി നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാർ, അപ്പോൾ പറഞ്ഞ പോലെ പിന്നെ എനിക്ക് തോന്നുന്ന ഈ ഒരു വിഷയത്തിൽ ഈ പരിസ്ഥിതിയിലെ വലിയൊരു ഭീഷണിയായി മാറുന്ന അധിനിവേശ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ അടുത്ത് പിന്നെ താങ്കൾക്കൊരു അവാർഡ് കിട്ടി, ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ആ പുരസ്കാരം ഇപ്പോൾ എത്രയായിപ്പോൾ കിട്ടിയതിന് ശേഷം? 2 മാസം മുമ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം അതൊരു ചെറിയ സംഗതി അല്ല. അപ്പോൾ അതിൽ വലിയൊരു സംഭാവന നൽകിയിരിക്കുകയാണ്. അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്താനുള്ള ഒരു ആപ്പ്. ഇതുവരെ പലർക്കും അത് കഴിയില്ലായിരുന്നു, സംശയമുണ്ടായി. പക്ഷേ ആപ്പ് വഴി അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് സാറിൻ്റെ പേഴ്സണലായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ പറയും. ഇൻട്രോ എന്നുള്ള എനിക്ക് തോന്നുന്നു ആളുകൾക്ക് എന്താണ് സാറിൻ്റെ ഒരു പ്രത്യേകത എന്നറിയാൻ ആപ്പും അതുമായി ബന്ധപ്പെട്ടൊന്ന് പറയാൻ തോന്നുന്നു. അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തനതായി കാണാത്ത സസ്യങ്ങളെയാണ് അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ അതൊരു വിദേശിയല്ല, വിദേശ സസ്യങ്ങൾ തന്നെയാണ്. പക്ഷേ വിദേശ സ്വഭാവം മാത്രമല്ല അവർ അധിനിവേശ സ്വഭാവം കൂടെ കാണിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ കമ്മ്യൂണിസ്റ്റ് അപ്പാൽ, കമ്മ്യൂണിസ്റ്റ് പച്ച, പല നാടുകൾ പല പേരില പറയപ്പെടുന്നത്. ക്രോമലീന ഔഡേറ്റ എന്ന് പറഞ്ഞ ശാസ്ത്രീയ നാമമുള്ള ആ ഒരു ചെടി എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അത് ആ വരുന്ന 19 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ അതിന് മുമ്പേ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് കമ്മ്യൂണിസം പരക്കുന്ന സമയത്താണ് ലോകത്ത് സായത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ആ ഒരു പേര് വന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം നമുക്ക് കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്ന കുറേ ചെടികളുണ്ട്. സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, സാധാരണക്കാരൻ മനസ്സിലാവുന്ന ഭാഷയിൽ ഇപ്പോൾ സൂര്യകാന്തിനെ പോലെ ചെറിയൊരു പൂവ് നമ്മുടെ പാടശേഖരങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മളൊന്ന് തൊട്ട് വലിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, മൊത്തമായിട്ട് വരുന്ന 10 ചെടികളെയാണ് നമ്മൾ അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് കണ്ടെത്താനുള്ള ഒരു മൊബൈൽ ആപ്പാണ് അത് എൻ്റെ മാത്രം ഒരു ഇതല്ല, ഞങ്ങളുടെ ടീം നമ്മുടെ പല സുഹൃത്തുക്കളെ കൂട്ടിയിട്ടാണ് നമ്മളത് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഈ ആപ്പ് നിർമ്മിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുരസ്കാരം WWFൻ്റെ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്തരം ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന കുറേ ശ്രോതാക്കളുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഈ സവിശേഷം ഒരുപാട് കൗതുകമുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഇതിനെ വീക്ഷിക്കാമെന്ന് തോന്നുന്നതാണ്. അധിനിവേശ സസ്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനും മുമ്പൊക്കെ ഇങ്ങനെ എന്തിനു ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറഞ്ഞപ്പോൾ സാറാ പറഞ്ഞപ്പോഴേക്കും എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റി. ആ കാലത്താണ് അത് വന്നത്. അതുപോലെ ഈ ആപ്പ് നിർമ്മിച്ചതിൻ്റെ അതിൻ്റെ പിന്നെ ചിത്രം തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ അതിന് ശരിക്കും എന്താ പറയാ, അത് സിംഗപ്പൂർ ഡെയ്സി എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ സൂര്യാതിനെ പോലെ ചെറുത് കാണുന്നത് അതാണ് നമ്മൾ ആപ്പിൻ്റെ ഐക്കണാക്കി വെച്ചിട്ടുള്ളത്. കാരണം അത് സാധാരണക്കാർക്ക് കൂടെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഐക്കൺ എന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് സിംഗപ്പൂർ ഡെയ്സി എന്നാണ് അതിന് സാധാരണ നമ്മുടെ നാട്ടിൽ പറയുന്ന പേര്. അതിന് സ്പാനറ്റിക്കുള്ള ട്രൈലോബേറ്റാണ് ശാസ്ത്രീയ നാമം. ആസ്ട്രേസിയ എന്ന് പറയുന്ന കുടുംബത്തിലാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പൂവിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന്
വിത്തുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതാണ് ഈ അധിനിവേശ സസ്യങ്ങളുടെ പെട്ടെന്നുള്ള സ്വഭാവം എന്ന് പറയുന്നത്. ഒന്ന് ഈ അധിനിവേശം പറയുമ്പോൾ ഒന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നു എന്നുള്ള ഇതും, മറ്റൊന്ന് ഒരു സ്ഥലത്ത് നിന്നിട്ട് എല്ലാറ്റിനെയും അധിനിവേശം നടത്തുന്നു എന്നുള്ള ആ അർത്ഥത്തിലും അതെ, അത് നമ്മൾ എക്സോട്ടിക് എന്ന് പറയും, അഥവാ വിദേശി എന്ന അർത്ഥത്തിൽ എക്സോട്ടിക് എന്ന് പറയും. അപ്പോൾ അധിനിവേശ സ്വഭാവം കാണിക്കുക എന്ന് പറയുമ്പോൾ ഈ എക്സോട്ടിക് ആയുള്ള ചെടികളും ചില എന്ത് ചെയ്യും, അധിനിവേശ സ്വഭാവം കാണിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് കാലം മുതലേ പല വിദേശികളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാടുമായിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ അതുപോലെ ചില ആളുകൾ മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, ഇവിടുത്തെ റിസോഴ്സ് നമ്മുടെ സാധനങ്ങൾ മൊത്തം കൊള്ളടിച്ചിട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ എന്താണ്, വിദേശ സസ്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പല പഴവർഗ്ഗങ്ങളൊക്കെ എന്തായിരിക്കും, വിദേശിയായിരിക്കും. പക്ഷെ അവർ അധിനിവേശ സ്വഭാവം കാണിക്കൂല. അധിനിവേശം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു അവരിവിടെയുള്ള മറ്റു തനതായുള്ള ചെടികളെ മൊത്തം എന്ത് ചെയ്യുന്നു, ഒഴിവാക്കി ഇവർ ഹൈജാക്ക് ചെയ്യുന്നു. അത് നമ്മുടെ ജൈവവൈവിധ്യത്തിന് പ്രശ്നമാകുന്നു, നമ്മുടെ അഗ്രികൾച്ചർ പ്രശ്നമാകുന്നു. ഈവൻ ചില ആളുകൾക്ക് അലർജി വരെ ഉണ്ടാവുന്നുണ്ട് ഇതിൻ്റെ പൂമ്പൊടി, ചില പൂക്കളുടെ. അപ്പോൾ അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്കണോമിക്കലായിക്കൊണ്ട് അതുപോലെ എൻവയോൺമെൻ്റലായിക്കൊണ്ട് ജൈവവൈവിധ്യത്തിന് ഭീഷണിയാവുന്ന ചെടികളെയാണ് നമ്മൾ മൊത്തത്തിൽ ഈ ഒരു കാറ്റഗറി നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി കുറേ കാര്യങ്ങൾ അതിൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ സാറിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലങ്ങളും പഠനം ഈ ഒരു രംഗത്തേക്ക് എത്തിയത് ഒന്ന് ചുരുക്കി പറയാമോ? ഞാൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരടുത്ത് മമ്പാട് പന്തലിങ്ങൽ എന്ന് പറഞ്ഞ സ്വദേശത്താണ്. സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കേരള സിലബസ് തന്നെയായിരുന്നു. മമ്പാട് MESലാണ് 8 മുതൽ +2 വരെ പഠിച്ചത്. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മഞ്ചേരി NS കോളേജിലാണ് എൻ്റെ ഡിഗ്രി BSc പ്ലാന്റ് സയൻസ് ആയിരുന്നു. അപ്പോൾ അന്ന് മുതൽ നമുക്കൊരു 10ാം ക്ലാസ് സമയം മുതൽ നമുക്കൊരു ബയോളജി അല്ലെങ്കിൽ ഒരു പ്രകൃതിനോട് കുറച്ച് താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബോട്ടണി സസ്യശാസ്ത്രം എന്നുള്ളത് ഞാനായിട്ട് ഇഷ്ടപ്പെട്ടെടുത്തല്ല, നമുക്ക് കുറച്ചുകൂടി ഒരു സോളജി ചെയ്യുന്ന താല്പര്യം. പക്ഷേ നമ്മുടെ ഒരു മലബാറിൻ്റെ അതുപോലത്തെ മലപ്പുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ ഒരു മാർക്ക് വെച്ച് നമുക്ക് അവിടെയാണ് കിട്ടിയത്. അതിനുശേഷം PG കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ 2018-20 ബാച്ച്. ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ ഈ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് 18-19 കാലഘട്ടത്തിൽ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ആ ഒരു രീതിയിലേക്കൂടെ നമ്മുടെ നാടിനെ കൂടെ ബാധിക്കുന്ന രീതിയിലേക്ക് കുറച്ചുകൂടി ഇടപെടണം എന്ന രീതിയിലാണ് പിന്നെ നമ്മളൊരു ഗവേഷണം ആ ഒരു ഫീൽഡിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത് പഠിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ ഇതിലെന്തൊക്കെ റിസർച്ച് നടത്തണമെന്ന് തോന്നുകയും ഈ ഒരു ആപ്പിലേക്ക് എത്താനുണ്ടായ പശ്ചാത്തലം എന്തായിരിക്കും? ഈ ഒരു ആപ്പിലേക്ക് എത്താനുള്ള പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ 2018 നമ്മുടെ കേരളത്തിൽ മെയിൻ ഉള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. 19 നിലമ്പൂർ പോലെയുള്ള മലയോര പ്രദേശങ്ങളത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഈ 19 ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന സിംഗപ്പൂർ ഡെയ്സി അതുവരെ നമ്മുടെ നാട്ടിൽ കാണുന്നില്ലേന്ന് കോമൺ ആയിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ വർഷം നമ്മുടെ പാടശേഖരനിലേക്ക് എത്തി, പിന്നത്തെ വർഷം വീടിൻ്റെ മുകളിലുള്ള ജംഗ്ഷനിലേക്ക് എത്തി, കഴിഞ്ഞ വർഷം വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഇപ്പം നമ്മുടെ റോഡ് സൈഡിൽ കാണാൻ പറ്റും. വീടിൻ്റെ പറമ്പിലേക്ക് കയറാതിരിക്കാനും വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കത് കാണാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം മാത്രമല്ല നമ്മൾ ഒരു എക്കോളജി ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ഫ്ലഡും കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൂടുതൽ സ്പ്രെഡിങ്ങിന് കാരണമാണെന്ന് മനസ്സിലാവുകയും അപ്പം പിന്നെ ഗവേഷണം ആ ഒരു ഫീൽഡിലേക്ക് സെലക്ട് ചെയ്യാമെന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു അധിനിവേശ സസ്യങ്ങളെ കുറിച്ചാണ് ഞാൻ PhD ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന ആപ്പും എൻ്റെ PhDയും തമ്മിൽ ബന്ധമല്ല, രണ്ടും അധിനിവേശ സസ്യങ്ങളെ കുറിച്ചാണ് എന്നുള്ളൊരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോട് അല്ലേ, അവിടെ സീനിയർ റിസർച്ചാണ്. സീനിയർ റിസർച്ച് ഫെലോ ആണ്. 2 വർഷം കഴിഞ്ഞു. 2 വർഷം നമ്മൾ ജൂനിയർ റിസർച്ച് ഫെലോ ആയിരിക്കും. അതിനുശേഷമാണ് നമ്മൾ സീനിയർ റിസർച്ച് ഫെലോ ആവുന്നത്. ഈ പിന്നെ ഓരോ പ്രകൃതിയിൽ ഓരോ പ്രദേശത്തിനനുസരിച്ച് ആ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവിടെയാണ് അധിനിവേശ സസ്യം നമുക്ക് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുന്നു പറഞ്ഞല്ലോ. സാർ ആദ്യമായി കണ്ട അധിനിവേശ സസ്യം ഏതാണ്? ആദ്യമായി കണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ എല്ലാവർക്കും അറിയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് ആപ്പിയൊക്കെ നമ്മൾ ആദ്യം പണ്ട് മുതലേ കാണുന്നതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കിയത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിംഗപ്പൂർ ഡെയ്സി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ വ്യാപ്തി ഇപ്പോഴും പല ആളുകൾക്കും മനസ്സിലാവാത്തത് നമ്മുടെ വയനാട് എന്തുകൊണ്ടാണ് മൃഗങ്ങളും മനുഷ്യന്മാരുടെ പ്രശ്നം എന്തുകൊണ്ടാണ് മനസ്സിലാക്കുമ്പോൾ അതിന് ആദ്യത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് അധിനിവേശ സസ്യമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കാട്ടിൽ നോക്കുകയാണ്. കാടെന്ന് പറഞ്ഞാൽ വനം എന്ന് പറഞ്ഞാൽ അവിടെ പല വൈവിധ്യത്തിലുള്ള പല ചെടികളുണ്ടാവും, പല സസ്യങ്ങളുള്ള പല വലുപ്പത്തിലുള്ള സസ്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ വയനാട് വന്യജീവി സങ്കേതം ആലോചിച്ച് നോക്കണം, സാധാ ഒരു ഫോറസ്റ്റ് അല്ല, വന്യജീവി സങ്കേതത്തിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ സെന്ന സ്പെറ്റാബിലിസ് അഥവാ മഞ്ഞക്കൊന്ന എന്ന് പറയുന്ന ഒരൊറ്റ ചെടിയാണ് ആ ഒരു സങ്കേതത്തിൻ്റെ 40% കൈയടക്കി വെച്ചിട്ടുള്ളത്.
അത് ശരി. അപ്പോൾ മഞ്ഞക്കൊന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കണിക്കൊന്നൻ്റെ ഒരു സഹോദരൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരേ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അതിൻ്റെ പേര് സെന്ന സ്പെക്ടാബിൾസ് എന്നാണ്. അപ്പം അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതുപോലെ പുറത്തുനിന്ന് കൊണ്ട് വന്ന് നമ്മൾ നട്ടതാണ്, ഒരു മരമന്തിരിയിൽ നട്ടു. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പടർന്ന് പന്തലിക്കുകയാണ്. നമ്മൾ ഈ കരിവേപ്പില അതിൻ്റെ വേരുന്ന് പൊട്ടുന്ന പറഞ്ഞ പോലെ ഇത് പൊട്ടി മുളച്ച് മൊത്തം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എല്ലാ അധിനിവേശ സസ്യങ്ങളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അവരുടെ ഇലകളിൽ ഒരു പ്രത്യേക കെമിക്കൽ ഉണ്ടാവും, അലീലോ കെമിക്കൽ എന്നാണ് അതിന് പറയാം. ആ കെമിക്കൽ എന്തുണ്ടാവും, ഇത് ഇല താഴെ വീഴുമ്പോൾ മണ്ണിലേക്ക് എത്തും. അപ്പം ഈ മണ്ണിൽ പിന്നെ വേറൊന്നും മുളക്കൂല, അതാണ്, അതായത് വേറെ ചെറിയ വിത്തുകളൊന്നും മുളക്കൂല. അപ്പം ഇത് മാത്രം അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പുൽമേടുകൾ ഒന്നും ഉണ്ടാവില്ല. ഈ പുൽമേടുകളാണ് സത്യം പറഞ്ഞാൽ ഈ മൃഗങ്ങൾക്ക് മൃഗങ്ങൾ പറയുമ്പോൾ രണ്ട് മൃഗങ്ങളും സസ്യബുക്കും മാംസബുക്കും കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പുൽമേടാണ്. അത് ചതുപ്പ് പോലെ പ്രദേശങ്ങൾ, അവിടെയാണ് ഈ ഫോട്ടോഗ്രാഫർമാരും എല്ലാം പോയി നിൽക്കുക. കാരണം എന്ത് ചെയ്യും, ഇവർക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ വയനാട് വന്യസംഗീതത്തിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 20-ൻ്റെ കറക്റ്റ് എണ്ണം എനിക്ക് ഓർമ്മയില്ല, ഏകദേശം അത്ര വയലുകളുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ചതുപ്പ് പ്രദേശങ്ങളിൽ. അപ്പോൾ അങ്ങോട്ട് മൊത്തം എന്ത് ചെയ്യുന്നു, ഈ മരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ ഗവൺമെൻറ് അതുപോലെ തന്നെ നമ്മുടെ വനംവകുപ്പൊക്കെ നന്നായിട്ട് അതിനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ 40% ഇത് വെട്ടി ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ഏകദേശം 56 കോടി എങ്ങാനും കഴിഞ്ഞ വർഷം നമ്മുടെ കേരള സർക്കാർ അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, ഇത് മാറ്റാനും വേണ്ടി, മരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ സസ്യബുക്കുകൾക്ക് ഗ്രാസ് അല്ലെങ്കിൽ നമ്മൾ പുല്ലുവർഗ്ഗം വേണം, ഇവർക്കതില്ല. അപ്പോൾ ഇവരെങ്ങോട്ട് പോകും? ഈ പറഞ്ഞ പോലെ പിന്നെ അവർ കാണുന്ന ഏതാണ്, ഈ പറയുന്ന കൃഷിക്കാർ കൃഷി ചെയ്യുന്ന പച്ചപ്പുള്ള വേനൽക്കാലത്ത് ഇവരെ പച്ചപ്പുള്ള, ഇവരെ സംബന്ധിച്ച് ഇത് കാടാണ് നാടാണെന്നില്ല, അവർ വരും, അവരെ പിന്നാലെ ആര് വരും, ഈ പറയുന്ന ബാക്കിയുള്ള സസ്യബുക്കുകളും വരുന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് തൊട്ടപ്പുറം നോക്കുകയാണെങ്കിൽ നമ്മുടെ മുതുമല ബന്ദിപ്പൂര് പോലുള്ള സ്ഥലങ്ങൾ, നമ്മൾ ഊട്ടി മൈസൂർ പോകുമ്പോൾ കാണുന്ന സ്ഥലങ്ങൾ, അവിടെ നമ്മൾ മൊത്തം പോയാൽ നമ്മൾ അരിപ്പൂവാണ് കാണപ്പെടുന്നത്. നമ്മൾ ചെറിയ ഒരു കായ് പോലെ ഉണ്ടാവുന്ന അരിപ്പൂവ്, ഇതും ഇതേപോലെ വന്നതാണ്, ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വന്നതാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഒരു മാന് ജീവിക്കാൻ പറ്റുക? പ്രത്യേകിച്ച് ഈ ഒരു പുലിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഹണ്ട് ചെയ്ത് പിടിക്കുക എന്ന് പറയാം, പിന്നാലെ ഓടി പിടിക്കണം. ഇത് മൊത്തം കാടായി നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെ അതിന് ഒരു എരനെ കാണാൻ പറ്റും, എരൻ്റെ പിന്നാലെ പോകാൻ പറ്റില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് വലിയൊരു ടോപ്പിക്കാണ് ഈ അധിനിവേശ സസ്യങ്ങൾ എന്നല്ല, അധിനിവേശ സ്വഭാവം, ബയോ ഇൻവേഷൻ എന്ന് പറയും, ജൈവ അധിനിവേശം എന്നാണ് പറയാം. ഇതിൻ്റെ മൊത്തത്തിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസ് മാത്രമേ പറയുന്നുള്ളൂ, അതിൽ അനിമൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കോവിഡ് വേണമെങ്കിൽ ഒരു അധിനിവേശമായി കൊണ്ട് പറയാം, കാരണം മനുഷ്യന്മാരെ കാണാത്ത ഒരു വൈറസ് നമ്മളെ എഫക്റ്റ് ആവുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് പറയാൻ പറ്റും. അപ്പോൾ പിന്നെ ഈ കേരളത്തിലിപ്പോൾ നിങ്ങളെ പഠനത്തിൽ മൊത്തത്തിൽ കണ്ട അധിനിവേശങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മൾ ഈ ആപ്പിൽ 96 അധിനിവേശ സസ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഓരോ വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ സസ്യങ്ങൾ, നമ്മൾ അധിനിവേശ സ്വഭാവമുള്ള സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടെത്തി വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു. ഇതിൽ ശരിക്ക് സർക്കാർ പിന്നെ വനവകുപ്പിൻ്റെ കീഴിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ ഇത്തരം പഠനത്തിൻ്റെ കീഴിൽ എന്തെങ്കിലും എടുത്ത നമ്മളെ ഒരു സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ മരങ്ങൾ കുറച്ച് വെട്ടി, അതല്ലാതെ ഒരു ബോധവൽക്കരണോ, അത് ഒരു സമൂഹം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ പദ്ധതി? അത് സമൂഹത്തിൽ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു പ്ലാസ്റ്റിക് കണ്ടാൽ നമ്മളെന്ത് ചെയ്യും, ഒരു എറിഞ്ഞ് കിടക്കുന്ന ഒരു പ്ലാസ്റ്റിക് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, അത് നിക്ഷേപിക്കേണ്ട സ്ഥലത്തിടും. ഞാൻ പറയുന്നത് അതിലേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അധിനിവേശ സ്വഭാവമുള്ള സസ്യത്തെ കണ്ടാൽ നമ്മൾ പിഴുതു മാറ്റാൻ ശ്രമിക്കണം. കാരണം പ്ലാസ്റ്റിക് പിന്നെ അവിടെ ഉണ്ടാവും, ഒരു 2 വർഷം കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അവിടെ തന്നെ ഉണ്ടാവും. ഇതങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന സിംഗപ്പൂർ ഡേയ്സിൻ്റെ ഒരു പൂവ് ഈ വർഷം ഒരു പൂവായിരിക്കും, അടുത്ത വർഷം ആ പൂവിൽ നിന്ന് ആയിരക്കണക്കിന് പുതിയ ചെടികൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ഹെൽത്തി ആയിട്ട് നമുക്ക് മനുഷ്യനെ വേറെ എന്തെങ്കിലും ഡയറക്റ്റ് ദോഷം ചെയ്യുന്നുണ്ടോ? ചില ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പാർത്തീനിയം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല, പക്ഷെ കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങൾ, ഈ പറഞ്ഞ പോലെ മുതുമലയിൽ കാണപ്പെടുന്നുണ്ട്, വയനാട് ചില സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പാർത്തീനിയം എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അത് നമ്മുടെ മൈസൂർ അവിടെയൊക്കെ കാണപ്പെടാൻ പറ്റും. അതായത് കുറച്ച് വെളുത്ത പൊടിയുള്ള ഒരു ചെടിയാണ്, അത് അലർജിക്കാണ്. ഇപ്പം ഞാനൊരു അലർജി പേഷ്യൻ്റ് അല്ല നിലവിൽ, അപ്പോൾ എനിക്ക് പോവുകയാണെങ്കിൽ മാക്സിമം തട്ടിയാൽ ചൊറിയേ ഉള്ളൂ. ചില ആളുകൾക്ക് നല്ല ശ്വാസം മുട്ടൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതും എന്താണ്, അപ്പോൾ ആ രീതിയിൽ നമ്മളത് അങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അനിമൽസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവരെ കൺട്രോൾ ചെയ്യാൻ ഈ നമ്മൾക്ക് പറയാം, ഒരു ഇര വേണം. ആ ഇരനെ കഴിക്കാൻ എന്ത് വേണം, ഒരു പ്രേ പ്രിഡേറ്റർ എന്നാണ് പറയാം. അതില്ലാത്തത് കൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഈ റബ്ബറുള്ള സ്ഥലങ്ങളിൽ
മുപ്പിളിവണ്ട് എന്ന് പറയുന്നത്, കോട്ടരമ എന്ന് പറയുന്ന ചെറിയ, അത് സത്യം പറഞ്ഞാൽ അധിനിവേശമാണ്. ജൈവ അധിനിവേശത്തിന്റെ ഒരു അനിമൽസിൽ പറയാവുന്ന ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇത്. പിന്നെ ആഫ്രിക്കൻ മുഴു എന്ന് പറയുന്ന നമ്മുടെ ഫിഷ്, പിന്നെ ആഫ്രിക്കൻ ഒച്ച്, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൽ പെടുന്നത് തന്നെയാണ്. സസ്യങ്ങൾ മാത്രമല്ല, ചില ജന്തുക്കൾ വരെ. ഈ വളത്തിലൂടെ ഇതുപോലെ പലതും വരുന്നുണ്ട് നമ്മുടെ നാട്ടില്, അത് ശരിയാണോ? അത് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ നേരത്തെ പറയുന്ന സിംഗപ്പൂർ ഡേയ്സൊക്കെ സത്യം പറഞ്ഞാൽ സൗത്ത് അമേരിക്കയിൽ നിന്ന് വരുന്നതുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അവിടെയാണ് അവരുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെ ഇങ്ങോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ്, ട്രാൻസ്പോർട്ട്, ട്രാവൽ, ഇത് മൂന്നാണ് പൊതുവെ പറയാനുള്ളത്. അതൊരു ചോദ്യമാണ്, എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് ഏറ്റവും വലുതായിട്ട് പറയുന്നത് നമ്മൾ ജൈവഅധിനിവേശം എടുത്ത് നോക്കുകയാണെങ്കിൽ കപ്പലാണ് ഏറ്റവും കൂടുതൽ കാരണം. ഒന്ന്, അത് ഞാൻ പ്ലാന്റ്സിൻ്റെ കേസിലല്ല പറയുന്നത്, മൊത്തത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ ഒരു കപ്പൽ ഇപ്പോൾ ഒരു ബ്രസീലിൻ്റെ തീരത്ത്, സൗത്ത് അമേരിക്കയിലെ ബ്രസീലിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് ഒരു കപ്പൽ ഇന്ത്യയിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ ഇത് ബാലൻസ് ക്ലിയർ ആക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, കുറച്ച് വെള്ളം ഇതിലേക്ക് നിറക്കും. ഈ കപ്പലിലേക്ക് വലിയ എമൗണ്ട് വെള്ളം നിറക്കും. ഈ ബ്രസീൽ തീരത്ത് എന്ത് ചെയ്യുന്നു, വെള്ളം കയറ്റുമ്പോൾ ആ വെള്ളത്തിൽ എന്തുണ്ടാവും, പല ജന്തുക്കളുടെയും മുട്ടകളുണ്ടാവും, വിത്തുകളുണ്ടാവും, ഇത് മുട്ടുണ്ടാവും. ഇത് ഇങ്ങോട്ട് വന്ന് കേരള തീരത്ത് എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, നമ്മൾ കോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ വെള്ളം കളയും. അപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങോട്ടെത്തി. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും എത്തുന്നത് നമ്മുടെ ശരീരത്തിൽ, ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരു ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ എന്തുണ്ട്, ഇതിലെന്തുണ്ട്, നമ്മൾ കാണാത്ത പല ജീവികളുണ്ടാവും. ആ രീതിയിൽ എന്ത് ചെയ്യും, ഇത് പോവാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പലതും നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ബൊട്ടാണിക് ഗാർഡനിലേക്ക് നല്ല കാണാവുന്ന പല ചെടികളെയും കൊണ്ടുവന്നു. ആ ചെടികളാണ് പിന്നെന്ത് ചെയ്തത്, ഇവിടെ അതിൻ്റെ സ്വഭാവം കാണിച്ച് അരിപ്പൂ എന്നൊക്കെ പറയുന്ന, അതുപോലെ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ പൊതുവേ നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന പല ചെടികൾ, അത് മിക്കവാറും എന്താണ് ഇതേപോലെ ഗാർഡൻ സ്കേപ്പ് എന്ന് പറയും, ഗാർഡൻ എസ്കേപ്പ് ആയി പോയത്. ഇപ്പം നമ്മളെ വീട്ടിൽ ഗാർഡനിൽ ഒരു ചെടി കുറേ പടർന്ന് പന്തലിച്ച് നമ്മളെന്ത് കട്ട് ചെയ്തിട്ട് പറമ്പിൽ കൊണ്ടുപോയിടും. അത് അവിടുന്ന് പടർന്ന് പന്തലിക്കുകയാണെങ്കിൽ ഗാർഡൻ സ്കേപ്പ് എന്ന ആ ഒരു ഇതിന് പറയുന്നത് തന്നെ. പിന്നെ ഇപ്പോൾ നമ്മൾ ടൗണിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പടർന്ന് പന്തലിച്ച് നല്ല കളറുള്ള പൂവുണ്ടാവും. ഇതൊക്കെ അധിനിവേശ സ്വഭാവം കാണിക്കുന്ന ചെടികൾ തന്നെയാണ്. നമ്മൾ പിന്നെ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മളുടെ ഒരു ഇവിടുത്തെ ഒരു വ്യവസ്ഥിതിക്കും കാര്യങ്ങൾക്കും ദോഷത്തിൻ്റെ ഒന്ന് ഇപ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, ഇങ്ങോട്ട് മൃഗങ്ങൾ വരുന്നു. പിന്നെ കാർഷിക മേഖലയിൽ എത്രമാത്രം അതൊരു വെല്ലുവിളിയാണെന്നുള്ളത്. കാർഷിക മേഖലയിൽ നമ്മളെ സംബന്ധിച്ച് അത് നമ്മുടെ മലയാളികൾ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കാർഷിക വൃത്തിന് ആ ഒരു കൾച്ചർ നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കർഷകരോട് കറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ അവർ കൃത്യമായി ഇത് പറഞ്ഞുതരും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ 2 മാസം മുമ്പ് കണ്ണൂർ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ PhD അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ്റെ കൂടെ പോയി. അപ്പോൾ അവിടുത്തെ കർഷകൻ എന്നോട് പറഞ്ഞു തരികയാണ്, ഇത് ഇവിടുത്തെ ആളല്ല, അധിനിവേശം നാളെ പറഞ്ഞു, വിദേശിയാണ്, ഇത് കമ്മ്യൂണിസ്റ്റ് അപ്പയാണ് പണ്ട് വന്നത്, പിന്നെ ഇത് വന്നു. ആൾ ഓരോന്ന് പറഞ്ഞുതരാം. പിന്നെ ഇപ്പം നിലവിലുള്ളത് ഈ പറയുന്ന ചെടിയാണെന്ന് പറഞ്ഞ ആളെനിക്ക് പറഞ്ഞുതരാം. കാരണം അവർ കൃഷിയുമായി ബന്ധപ്പെടുന്നുണ്ട്, ഭൂമിയുമായി ബന്ധപ്പെടുന്നുണ്ട്, ഭൂമിത്തെ മാറ്റം മനസ്സിലാക്കുന്നുണ്ട്. കർഷകരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരു തവണ എങ്ങാനും ഈ സാധനം വന്നാൽ പിന്നെ പോകില്ല. ഞാൻ നേരത്തെ പറഞ്ഞു സിംഗപ്പൂർ ഡേയ്സി, ഈ ചെറിയ സൂര്യകാന്തി പോലത്തെ പൂവെന്ന് പറഞ്ഞാൽ ഒരു തവണ വന്നാൽ പിന്നെ അത് പോകാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് എങ്ങനെ അതിനെ നശിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ വേറെ എന്തോ? അതെന്താ വെച്ചാൽ ഇവരെങ്ങനെ പ്രജനനം നടത്തുമെന്നുള്ളത് സാധാരണ കേസ് നമ്മൾ വിചാരിക്കും വിത്ത് എന്നുള്ളതാണ്. പക്ഷെ അധിനിവേശ സ്വഭാവം കാണിക്കുന്ന ചെടികളെ പ്രത്യേകം അവർക്ക് ഒന്നിൽ കൂടുതൽ പ്രജനന രീതികളുണ്ടാവും. ഇപ്പം ഇവരെ സംബന്ധിച്ച് നമ്മൾ കട്ട് ചെയ്തൊന്ന് വെച്ചാൽ മതി, എന്തേലും ഒരു തണ്ട് ബാക്കിയായാൽ മതി, അവിടെ നിന്ന് അവർ പൊട്ടിണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ വിത്തൊക്കെ, അതായത് ഒരു പൂവ് ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ വെട്ടി ഒഴിവാക്കിയാലും ഒരു തണ്ടുണ്ട്, അത് മണ്ണിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ പൊതുവെ ചില സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ കാടുകളിൽ ഈ പറയുന്ന വയൽ പ്രദേശങ്ങൾ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് സഭയ്ക്ക് വന്ന സ്ഥലങ്ങൾ വർഷാവർഷം എന്ത് ചെയ്യാണ്ട് ഇത് പിഴുതെറിയാൻ പോകാറുണ്ട്. അപ്പോൾ പിഴുതെറിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില പിഴുതിട്ട് അവരിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്ന് പിഴുത് മാറ്റിയ ഒരു ആഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ തണ്ട് താഴോട്ടും വേര് മുകളിലോട്ടായിട്ടാണ് കൂട്ടിയിടുക. കാരണം വേരൊരിക്കലും പിന്നെ മണ്ണ് തട്ടരുത്, അങ്ങനെ നമ്മൾ കൂട്ടിയിടും. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതൊരു കേരളത്തിലുള്ള 3 കോടി ജനങ്ങളും ഇതറിഞ്ഞ് അവർ മൊത്തം ചെയ്താൽ മാത്രമേ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വൈസിൽ നമുക്ക് അവയർനെസ് കൊടുത്ത് എല്ലാവരും കൂടി ചെയ്താൽ മാത്രമേ മാറാൻ പറ്റുള്ളൂ. കുട്ടികളിലേക്ക് നല്ലൊരു അവയർനെസ്. അതെ. കാരണം വെച്ചാൽ ഇത് സ്പ്രെഡിങ് പല രീതിയിലുണ്ട്. ഇപ്പം ഞാൻ PhD ചെയ്യുന്നത് എങ്ങനെ
പുഴകൾ മുഖേന ഇതെങ്ങനെ നടക്കുന്നതാണ്. കാരണം പുഴകളെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥലത്തുള്ളൂ വിചാരിക്കുക, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പുഴ തിരിഞ്ഞൊഴുകും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സീഡ് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തും. തിരിഞ്ഞൊഴുകുമ്പോൾ പുഴകളിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിലമ്പൂരൊക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ് പുഴകളിൽ നിന്ന് തോടിലേക്ക് എത്തിയ, തോടിൽ നിന്ന് പാടശേഖരങ്ങളിലേക്ക് എത്തിയ, പാടശേഖരം നിന്ന് നമ്മളെ പറമ്പിലേക്ക് എത്തിയത്, പാടശേഖരത്തിലെത്തുമ്പോൾ അത് നെല്ലിലേക്ക് എത്തും. അങ്ങനെ നേരെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് എത്തും. പിന്നെ റോഡുകൾ ഇതിൽ കാരണമാവുന്നുണ്ട്. പിന്നെ ഈ വനങ്ങളെ മുറിച്ച് കിടക്കുന്ന ഈ ഇലക്ട്രിക് കമ്പികളുടെ താഴെകളിലൂടെ ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ രീതിയിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മനുഷ്യന്മാർ എങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ ആ രീതിയിലൊക്കെ ഇതും മൂവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയിൽ നിന്ന് മനുഷ്യന് പ്രകൃതിയായിട്ട് അത്രമേൽ ഒരു ബന്ധമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ. അപ്പോൾ ഈ നാട്ടിൽ ഇത് അതിൻ്റേതായ ഒരു നാട്ടിൽ ഇതിന് എന്ത് ധർമ്മമുള്ളത്, അതുകൊണ്ട് എന്തെങ്കിലും അതിൻ്റെ ഗുണം എന്തെങ്കിലും ആ നാട്ടിലോ ആ ഒരു ക്ലൈമറ്റിലോ ആ നാട്ടിലോ ഈ പറഞ്ഞ ചെടികൾക്ക് എന്തെങ്കിലും ധർമ്മങ്ങളുണ്ടോ? അതുണ്ട്. കാരണം നമ്മൾ ഈ അധിനിവേശ സ്വഭാവം എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല ഉപകാരമുള്ള, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ മെഡിസിനൽ പ്രോപ്പർട്ടി, വൈദ്യ ഇതിൽ ഉപയോഗിക്കാവുന്ന പ്രോപ്പർട്ടികളുള്ള പല സസ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് അപ്പൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ കമ്മ്യൂണിസ്റ്റ് അപ്പ് എടുത്ത് ചെയ്യാറുണ്ട്. മെഡിസിനിലാണ്. ആ മെഡിസിനിലെ പ്രോപ്പർട്ടിയുള്ള ഇതുണ്ട്, അങ്ങനെയുള്ള സസ്യങ്ങളുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവരുടെ നാട്ടിൽ അവർക്കൊരു ലിമിറ്റഡ് ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇത്ര അവരുടെ നാട്ടിൽ വലിപ്പം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ പായൽ ഇതതിൽ പെട്ടതാണ്, നമ്മൾ കുളവായതിൽ പെട്ടതാണ്. പക്ഷെ കുളവായ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ശരിക്കും നേറ്റീവായിട്ടുള്ള തനത് മേഖലയിൽ അവർ ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ എത്ര വലിപ്പം വെക്കും. അതാണ് അതിന്റെ വ്യത്യാസം. അതായത് നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ച് മൊത്തം മാറുമ്പോൾ ഇവിടെ ഘടനയിൽ തന്നെ മാറ്റം വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇപ്പം ഒരു ഭക്ഷണമേ ഉള്ളൂ ഇവിടെ എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ തമ്മിൽ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവർ വിദേശത്ത് നിന്ന് വന്ന് ഇവിടെ വന്നപ്പോൾ അവർക്ക് പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ മെയിൻ കാരണം സത്യം പറയുകയാണെങ്കിൽ ഈ പറയുന്ന എന്താണ് ക്ലൈമറ്റിലെ ചേഞ്ചാണ് ഇവർക്ക് ഇതിലൊരു മാറ്റം ഉണ്ടാകുന്നത്. കാരണം ഇപ്പം നെല്ലെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ചില സമയത്ത് നെല്ല് അവിടെ എന്ത് ചെയ്യില്ല, വെള്ളപ്പൊക്കം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വെള്ളം കൂടിയാൽ എന്ത് ചെയ്യില്ല, അവിടെ നെല്ല് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അതേ സമയത്ത് അവിടെ ആരാണ് സർവൈവ് ചെയ്യുന്നത്, അവരെന്ത് ചെയ്യും, നെല്ല് പിന്നെ നമ്മുടെ മനുഷ്യന്മാർ മാനേജ് ചെയ്യുന്ന ഏരിയയാണ്. അതല്ലാത്ത സ്ഥലത്ത് ചെയ്യുമ്പോൾ ആര് രക്ഷപ്പെടും, ആരാണോ ഫിറ്റ്, ആരാണോ അവിടെ കരുത്തനായത് അവർ രക്ഷപ്പെടും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ സ്വഭാവം. അപ്പം വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു, അതിൽ സക്സസ് ആവുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സർവൈവ് ആവുക, അവരെന്താണ് അതിജീവിക്കുന്നത്. ഒരു അതിജീവത്തിൻ്റെ ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടായതുകൊണ്ടാണ് അവർ ഈ ഒരു സ്വഭാവം കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കാഴ്ചയിൽ അതിൻ്റെ ഒരു ഞാൻ അതിൻ്റെ ഫിലോസഫിക്കലായിട്ട് പറയുമ്പോഴേ നമ്മൾ കാഴ്ചയിൽ അതിൻ്റെ സൗന്ദര്യവും പൂക്കളും കണ്ട് നമ്മളത് ചിലപ്പോൾ സാധാരണക്കാർ കാണുമ്പോൾ ഞാനൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള പൂവാണല്ലോ, ഇത് ചെടിയാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പൂക്കളാണല്ലോ, അതിനെന്താ കുഴപ്പം എന്ന്. പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അത് ആ പ്രദേശം മൊത്തം കൈയടക്കിയിട്ട് പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസിലൊന്നും ചെയ്യാൻ കഴിയില്ല. കർഷകരിലേക്ക് അവർക്ക് ബോധവൽക്കരണം, സമൂഹത്തിലേക്ക് ബോധവൽക്കരണം, ഏത് പ്രദേശങ്ങളിലാണോ ആളുകൾ എന്ത് കൃഷി ചെയ്യണേ അവിടെ നശിപ്പിക്കാൻ വേണ്ട പദ്ധതികൾ, അതിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതൊക്കെ എങ്ങനെ നൽകുന്നുണ്ടോ? നിലവിൽ ചെയ്യുന്നുണ്ട്. അത് ഡിപ്പാർട്ട്മെന്റിൽ ബേസിൽ ചെയ്യാവുന്ന കാര്യം, വനംവകുപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് വനംവകുപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ പറയുന്ന മെയിനായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ വൾണറബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വയലുകൾ, ഗ്രാസ് ലാൻഡാണ്. അവിടെ അവരെന്താ വർഷാവർഷം മാറ്റുന്നുണ്ട്. വയനാട്ടിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 53 കോടിയിലധികം പൈസ ചിലവാക്കിക്കൊണ്ട് ഇത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു വന്യജീവി സങ്കേതത്തിൽ 40% അടുത്ത് ഈ പറയുന്ന ചെടിയാണെങ്കിൽ അത് സമയമെടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ വനവകുപ്പിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം വനത്തിലേക്ക് എത്തുന്ന ഈ പല മീഡിയകളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ചെയ്യണം, സ്കൂളുകൾ ചെയ്യണം, കോളേജുകൾ ചെയ്യണം. നമ്മൾ ഈ പറയുന്ന ഒരു ജൂൺ 5 ഒരു മരം നടുന്നത് ആവരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ലിങ്കിലുള്ള ഒരു പോൾ ഇട്ടിരുന്നു, ഏതാണ് നല്ലത് ജൂൺ 5 ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു 50% കൂടുതൽ 57% ആളുകൾ സപ്പോർട്ട് ചെയ്തത് നമ്മൾ ഇതുപോലെ പ്രശ്നം ഈ അധിനിവേശ സസ്യങ്ങൾ വന്ന സ്ഥലങ്ങളുണ്ട്, കാട് മാത്രമല്ല നമ്മുടെ പുഴയോരങ്ങളുണ്ട്, അവിടെ മറ്റ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് അവിടെ പടയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിൽ 13% ആൾക്കാർ മാത്രമേ മരം നടണമെന്നും വേറെ 13% ആൾക്കാർ മാത്രമേ അവയർനെസ് ക്ലാസ്സിൽ കൊടുക്കണമെന്നും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ജൂൺ 5 പൊതുവെ കളിയാക്കി പറയുന്നത് ജൂൺ 5 മരം നടും, അത് ഗാന്ധി ജയന്തിക്ക് പോയിട്ട് എന്താ പിടിത് വൃത്തിയാക്കും. പൊതുവെ നമ്മുടെ ചിന്താഗതി വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ പച്ചപ്പ് ഉണ്ടാവരുത് എന്നതാണ്. അപ്പോൾ പ്രകൃതി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ എന്ത് നോക്കുകയാണെങ്കിലും, നമ്മൾ ഇപ്പം വയനാട്ടിലെ ദുരന്തം എടുത്ത് നോക്കുകയാണെങ്കിൽ
ഉണ്ടായ ദുരന്തങ്ങളെത്തും അതിലും പ്രകൃതിക്ക് എന്തുണ്ട് വലിയ റോളുണ്ട്. അപ്പോൾ പ്രകൃതിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഏത് കാലഘട്ടത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിൻ്റെ നെക്സ്റ്റ് ഭാഗങ്ങളിലൂടെ ഇനി കുറേ കാര്യങ്ങൾ പറയണ്ട, നമ്മുടെ സമയം ഏകദേശമായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കണേ. ഇൻഷാല്ലാ ഇതിൽ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കുറച്ചുകൂടി ക്യൂരിയോസിറ്റി ഉള്ള കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ഈ ഒരു എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ ഈ ഒരു സവിശേഷം പ്രോഗ്രാം കേട്ടിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.